എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു പ്രായപരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടിക്ക് വേണ്ടുന്ന സംരക്ഷണം കൊടുക്കാൻ പറ്റാതെ പോകുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ. ഈ മുടിയുടെ സംരക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നീട്ടി വളർത്തുന്നത് മാത്രമല്ല, നമുക്കുള്ള മുടി വളരെ വൃത്തിയായിട്ട് ഹെൽത്തി ആയിട്ട് കൊണ്ടു നടക്കുക എന്നുള്ളതും കൂടെ അതൊരു മീനിങ് ആണ്. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പുറത്തുനിന്നുള്ള ഹാംഫുൾ പ്രോഡക്റ്റ്സൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. സോപ്പിൻ്റെയും ഷാമ്പൂവിൻ്റെയൊക്കെ അമിത ഉപയോഗം നമ്മുടെ മുടിയെ വളരെയധികം ഡാമേജ് ആക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. 90% മുടിയും ഡാമേജായി പോയതിന് ശേഷം മാത്രമായിരിക്കും നമ്മളിൽ ചിലരെങ്കിലും ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് പോലും. ഞാനിന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ₹1 പോലും ചിലവില്ലാതെ വളരെ ലളിതമായിട്ട് നമുക്കൊരു ഹെയർ ടോണിക് എങ്ങനെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്പ്രേ ബോട്ടിൽ ആവശ്യമാണ്. അതിൽ ഏകദേശം ഒരു 2 സ്പ്രേ ബോട്ടിൽ നിറയെ വെള്ളം എടുക്കുക. ഞാൻ 2 എന്ന് പറയുന്നത് നമുക്കിത് ഏകദേശം ഒരാഴ്ചത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിൽ 2 ഗ്ലാസ് വെള്ളം എടുക്കുകയാണെങ്കിൽ നമുക്കത് വറ്റിച്ച് 1 ഗ്ലാസ് ആക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അധികമായി പോകണ്ട എന്നോർത്തിട്ടാണ് ഞാൻ 2 സ്പ്രേ ബോട്ടിൽ വെള്ളം നിറയ്ക്കുന്നത്. അതിനുശേഷം മാത്രമാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മളിതിലേക്ക് മിക്സ് ചെയ്യും. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഉലുവയാണ്. ഉലുവ നമ്മുടെ ഹെയറിന് എത്രത്തോളം ബെനിഫിറ്റ് ആണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ഞാൻ വളരെ ചെറിയ എമൗണ്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ കരിഞ്ജീരകം, അതും ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് കരിഞ്ജീരകം. അതും ഞാനൊരു 1/2 ടീസ്പൂണോളം മാത്രമേ എടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് ഞാൻ ചേർക്കാൻ പോകുന്നത് റോസ്മേരി ലീവ്സാണ്. നമുക്കറിയാം, ഇപ്പോൾ യൂട്യൂബിലും റീൽസിലൊക്കെ തിളങ്ങി നിൽക്കുന്നൊരു സാധനമാണ്. ഞാനിത് മീഷോ എന്നാണ് ഓർഡർ ചെയ്ത് വാങ്ങിച്ചത്. നമ്മൾ ഉപയോഗിക്കുന്നതിന് മുൻപ് നന്നായിട്ട് കഴുകി കുറച്ച് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പം ഞാനത് ഒരു പാത്രത്തിൽ മാറ്റി വെച്ചു. ഇനി നമുക്ക് കുറച്ച് കറി ലീവ്സ് ആഡ് ചെയ്യാം. അതിൻ്റെയും ബെനിഫിറ്റ്സ് നന്നായിട്ട് അറിയാവുന്നതാണ്. അടുത്ത ഞാൻ ഉപയോഗിക്കുന്നതാണ് ചെമ്പരത്തിയുടെ ഇല. ചെമ്പരത്തിയുടെ ഇലയുടെ താളി നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളവരായിരിക്കും. ഭയങ്കര ബെനിഫിറ്റ് കിട്ടും, നമ്മുടെ ഹെയറിന് ഭയങ്കര ബെനിഫിറ്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഒരു 2-3 മാത്രം നമുക്ക് മതിയാവും. അടുത്ത ഞാൻ എടുക്കുന്നതാണ് കീഴാർനെല്ലി. വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. കഷണ്ടിയിൽ വരെ മുടി കിളിർപ്പിക്കുന്ന ഒന്നാണ് കീഴാർനെല്ലി. ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് മാത്രം തുളസിയിലയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മൊത്തം കൂടെ ഒരു 3-4 ഇലയെ വരുള്ളൂ. അടുത്തത് മൈലാഞ്ചി ഇല. മൈലാഞ്ചി ഇലയുടെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയായിരിക്കും. നമുക്ക് ഹെന്ന ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഞാൻ വളരെ കുറച്ച് ലീവ്സ് മാത്രം അതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തൊരു സംഭവമാണ് നമ്മുടെ പേരയ്ക്കയുടെ ഇല. ആക്ച്വലി പേരയ്ക്കയുടെ ഇല നമ്മുടെ കുട്ടി ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ടും ആ കുഞ്ഞ് ഹെയർ ഗ്രോത്ത് ഉള്ളത് വളരെ എളുപ്പത്തിൽ അല്ലെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ വളരാൻ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. വേറെ എന്തൊക്കെ മിസ്സായാലും ഈ ഹെയർ ടോണിക്കിലേക്ക് പേരയ്ക്കയുടെ ഇല ആഡ് ആക്കാനായിട്ട് മറക്കരുത്. അടുത്തത് ഞാൻ ചേർക്കുന്നത് ഒരു 3-4 നീം ലീവ്സ്, നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇല. സ്കാൽപ്പ് ശുദ്ധിയായിട്ട് വയ്ക്കാനും നമ്മുടെ ഡാൻഡ്രഫിനൊക്കെ തടയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതൊട്ടും മിസ്സാക്കാൻ പാടില്ല. അടുത്തത് ഞാൻ ആഡാക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് വെള്ളിലന്താളി. മുടിക്ക് അത്യാവശ്യം നല്ല തണുപ്പും ഹെയർ ഗ്രോത്തിനൊക്കെ സഹായിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് ഈ വെള്ളിലന്താളി. ഇനി ഇതില്ലെന്നുണ്ടെങ്കിൽ സാധാരണ ചെമ്പരത്തിത്താളിയുടെ ഇല നമ്മൾ ആഡ് ആക്കിയിട്ടുണ്ട്, അതായാലും മതി. അടുത്ത നമുക്കൊരു 2 തണ്ട് ബ്രഹ്മി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഭയങ്കര ബെനിഫിറ്റാണ്. നമുക്ക് മുടി വളരണമെങ്കിൽ നന്നായിട്ട് ഉറങ്ങണം, നമ്മുടെ ക്ഷീണം മാറണം, അങ്ങനെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വെറുതെ കുറേ എണ്ണ വാരി തേച്ചുകൊണ്ട് മാത്രം കാര്യമായില്ല. നമ്മുടെ റോസ്മേരി വാട്ടർ ഞാൻ റോസ്മേരി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുകൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. റോസ്മേരിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വളരെ ചെറിയൊരു എമൗണ്ടിൽ ചായപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അത് മുടിക്ക് ഭയങ്കര ഷൈനെസ് തരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ആക്ച്വലി യൂസ് ചെയ്യുന്നത്. വളരെ ചെറിയ എമൗണ്ട് മാത്രം മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി നിങ്ങൾക്ക് ഇത് എല്ലാം ഇപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന എല്ലാം കൂടെ നിങ്ങൾക്ക് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു 3 അവൈലബിൾ ആണെങ്കിൽ അതൊരു ഹെയർ ടോണിക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന മറ്റ് സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിനെക്കാട്ടിൽ എത്രയോ നല്ലതാണ്. അതുപോലെ ഞാൻ അതൊരു ചായപാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് മുതൽ ഒരു 35-40 മിനിറ്റ് വരെ നമ്മൾ തിളപ്പിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. എനിക്കൊരു 25 മിനിറ്റിൽ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു കളറായിരിക്കും നമുക്ക് വരിക. അപ്പോൾ കുറച്ചൊന്ന് ചൂടാറാൻ വെക്കണം. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഈ സ്പ്രേ ബോട്ടിൽ ചെറിയൊരു കരടിരുന്നാലും അത് ചീത്തയാവുന്നതുകൊണ്ട് തന്നെ ഞാനൊരു ക്ലോത്തിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് അരിച്ചെടുക്കുന്നത്. നമ്മൾ സാധാരണ അരിപ്പയിൽ അരിച്ചെടുത്തിട്ട് സ്പ്രേ ബോട്ടിൽ ഇടുമ്പോഴത്തേക്കും അത് സ്റ്റക്കായിട്ട് പിന്നെ വരില്ല. അപ്പോൾ അതിൽ ഏറ്റവും ബെറ്ററാണ് ക്ലോത്തിൽ വെച്ചിട്ട് അരിച്ചെടുക്കുക എന്നുള്ളത്. കാരണം നമ്മൾ ചായപ്പൊടിയും അതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്ന
ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു തരി പോലും കരടോ മറ്റ് സംഭവങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് കിട്ടും. നമുക്കിത് ഡയറക്റ്റായിട്ട് സ്പ്രേ ബോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് ഏകദേശം ഒരു 1.5 ആഴ്ചയ്ക്ക് ഇരിക്കും കേട്ടോ. ഒരാൾ ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്കൊക്കെ മേലെ ഇരിക്കും. നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്താലും മതി. ഡെയിലി യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടെ ബെറ്ററാണ്. കുളിക്കുന്നതിന് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ മുൻപ് യൂസ് ചെയ്യുക. പിന്നെ മറ്റ് അനാവശ്യമായിട്ടുള്ള ഒരു നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള മണവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും ഇത് വെച്ച് ജസ്റ്റ് ഒന്ന് മസാജ് കൊടുത്തതിന് ശേഷം മാത്രം കുളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ പരമാവധി സോപ്പോ ഷാമ്പോ ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. അഥവാ പുറത്തൊന്നും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് മസാജ് ചെയ്തിട്ട് നോർമൽ നമ്മൾ കൈ വെച്ച് തന്നെ ഒന്ന് മസാജ് ചെയ്ത് കഴുകിക്കളഞ്ഞാൽ തന്നെ ധാരാളമായിരിക്കും. അനാവശ്യമായിട്ട് സോപ്പും ഷാമ്പും ഒക്കെ തലമുടിയിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ ഇത് ആണുങ്ങൾക്കും എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 10 ഡേയ്സ് അടുത്ത് വരെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് സ്കാൽപ്പിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. സ്കാൽപ്പിൽ നന്നായിട്ടായിട്ടുണ്ട് എന്ന് അതിന് ശേഷം മാത്രം നമ്മുടെ ഹെയറിലും ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഏകദേശം ഒരു 1 മന്തിനകത്ത് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. വളരെ ഈസി ആയിട്ട് സ്പ്രേ ചെയ്യാവുന്നേ ഉള്ളൂ. സ്പ്രേ ബോട്ടിലായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ലാതെ നമ്മൾ കൈ വെച്ചിട്ട് വാരി തേച്ചാലൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റ് ആവില്ല, മുഖത്തോട്ടൊക്കെ ഒലിക്കും. സ്പ്രേ ബോട്ടിലായിരിക്കും കുറച്ചുകൂടെ നല്ലത്. സ്കാൽപ്പിൽ എത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഒരുപാട് പേര് ഈ എണ്ണയും അതും ഇതൊക്കെ ഉപയോഗിക്കും, പക്ഷെ അത് സ്കാൽപ്പിലായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഒരു ഇന്നർ ഹെൽത്ത് കൂടെ ആവശ്യമാണ് മുടി വളരണമെന്നുണ്ടെങ്കിൽ. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ, അതുപോലെ അയേൺ ടാബ്ലറ്റ്. അയേൺ ഡെഫിഷ്യൻസിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടി കൊഴിയാനായിട്ട് വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു.